ഒരു പെൺകുട്ടി തന്റെ അച്ഛന്റെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി അദ്ദേഹത്തെ ഒഴിവാക്കി നാടുവിട്ടു പോകുന്നു. രക്ഷപ്പെട്ടുവെന്ന് കരുതുന്ന സമയത്താണ് അവൾ യാത്ര ചെയ്യുന്ന കപ്പലിൽ തന്നെ അച്ഛനെ കണ്ടു ഞെട്ടുന്നത്. ഇതിനു മുമ്പേ അച്ഛന്റെ കയ്യിൽ നിന്ന് അടിയേറ്റമടുത്തിരുന്ന അവൾ ഭയന്ന് അവിടെ നിന്ന് ഓടാൻ തുടങ്ങുന്നു. അച്ഛനും അവളുടെ പിന്നാലെ പിന്തുടരുന്നു. ഒടുവിൽ അവൾ കപ്പലിന്റെ അറ്റത്ത് എത്തിപ്പെടുന്നു. ഇനി രക്ഷപ്പെടാൻ മറ്റൊരു വഴിയില്ലെന്ന് മനസ്സിലായപ്പോൾ അവൾ കപ്പലിൽ നിന്ന് കടലിലേക്ക് ചാടാൻ ശ്രമിക്കുന്നു. അപ്പോൾ അച്ഛൻ വീട്ടിലേക്ക് പോകാം, ഇരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അച്ഛന്റെ ഒപ്പം പോകുന്നതിലും ഭേദം കടലിൽ ചാടുന്നതാണെന്ന് ചിന്തിച്ച് അവൾ കടലിലേക്ക് ചാടുന്നു. അതേസമയം അച്ഛനും കടലിലേക്ക് ചാടുന്നു. അതിനുശേഷം അവൾ സമീപത്തുള്ള ഒരു ദ്വീപിലേക്ക് ഒഴുകി എത്തുന്നു. കണ്ണു തുറന്ന അവൾ ആ സ്ഥലത്ത് വലിയൊരു ഹെൽപ്പ് ലൈൻ എഴുതിവച്ചിരിക്കുന്നു. ഭക്ഷണം ലഭിക്കുമോ എന്ന് നോക്കാനായി അവൾ ദ്വീപിന്റെ ഉള്ളിലേക്ക് പോകുന്നു. അവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് തോട്ടം അവൾ കണ്ടെത്തുന്നു. സന്തോഷത്തോടെ അവൾ ഉരുളക്കിഴങ്ങ് പറിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു. പിന്നീട് തീരത്തേക്ക് വന്നപ്പോൾ അച്ഛന്റെ മൃതദേഹം കടൽ തീരത്ത് അടിഞ്ഞുകിടക്കുന്നത് അവൾ കാണുന്നു. ഒരേ സമയം എല്ലാം നഷ്ടപ്പെട്ട വേദന സഹിക്കാനാവാതെ അവൾ പൊട്ടിക്കരയുന്നു. കാലം കടന്നുപോകുന്നു. 15 വർഷങ്ങൾക്കുശേഷം അവൾ ഒരു യുവതിയായി വളർന്നു. ഒരു ദിവസം പതിവ് പോലെ എന്നത്തെ പോലെ ഹെൽപ്പ് സൈനിൽ പാറ അടുക്കി വെച്ചതിനു ശേഷം മീൻ പിടിക്കാനായി അവൾ കടലിലേക്ക് പോകുന്നു. അപ്പോഴാണ് ഒരു ഡ്രോൺ അവളുടെ നേരെ പറന്നുവരുന്നത് അവൾ കാണുന്നത്. അവൾ ഈ ദ്വീപിൽ എത്തിച്ചേരുന്ന സമയത്ത് ഡ്രോണുകൾ ഉണ്ടായിരുന്നില്ല, അതിനാൽ അവൾക്ക് അതിശയം തോന്നുന്നു. ഡ്രോൺ പിടിക്കാനായി അവൾ അതിന്റെ പിന്നാലെ ഓടുന്നു. അതേസമയം ദ്വീപിന്റെ മറുവശത്ത് ശുചീകരണത്തിനായി ചില ആളുകൾ എത്തിയിട്ടുണ്ട്. അവരിൽ ഒരാളാണ് ഈ ഡ്രോൺ പറത്തുന്നത്. ഒടുവിൽ ഡ്രോൺ അവൾ പിടിച്ചെടുക്കുന്നു. അത് തിരികെ വാങ്ങാനായി ആ മനുഷ്യൻ വേഗത്തിൽ അവൾ ഉള്ള സ്ഥലത്തേക്ക് ഓടിയെത്തുന്നു. ഏകദേശം 15 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഒരു മനുഷ്യനെ കണ്ട സന്തോഷത്തിൽ അവൾ ഡ്രോൺ താഴെ വെച്ച് അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങുന്നു.